നമസ്കാരം. ഇനി ആധാർ കാർഡ് കയ്യിൽ കൊണ്ടു നടക്കണം, കളഞ്ഞു പോകുമെന്ന പേടി വേണ്ട. ആധാർ വിവരങ്ങൾ പരിശോധിക്കാനും പങ്കിടലിനുമായി യൂണിക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ പുതിയ ആധാർ ആപ്പ് പുറത്തിറക്കി. ഇന്ത്യയിലെ മുഴുവൻ പൗരന്മാർക്കും അവരുടെ സ്മാർട്ട് ഫോണിൽ ഉപയോഗിക്കാൻ സാധിക്കുന്ന വിധത്തിലാണ് ആപ്പ് പുറത്തിറക്കിയിരിക്കുന്നത്. ആളുകളുടെ ഐഡന്റിറ്റി വെരിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് ഇനി ആധാർ കാർഡുകൾ കയ്യിൽ കൊണ്ട് നടക്കേണ്ടി വരില്ല. ഉപഭോക്താക്കൾക്ക് ആധാർ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിലും ആപ്പിൾ ആപ്പ് സ്റ്റോറിലും ലഭ്യമാണ്. ഇതിനായി പ്രത്യേകം പണം നൽകേണ്ട ആവശ്യമില്ല. തികച്ചും സൗജന്യമായി ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. ഉപഭോക്താക്കളുടെ സ്വകാര്യത സംരക്ഷിക്കുന്നതിനായി ആധാർ ആപ്പിൽ ഫേഷ്യൽ റെക്കഗ്നൈസേഷൻ, ബയോമെട്രിക് ലോക്കുകൾ, QR കോഡ് എന്നിവ ക്രമീകരിച്ചിട്ടുണ്ട്. ആധാർ ആപ്പ് വഴി 5 ആധാർ പ്രൊഫൈലുകൾ വരെ സൂക്ഷിക്കാൻ സാധിക്കും. എന്നാൽ നിങ്ങൾ കൊടുത്തിരിക്കുന്ന നമ്പർ ഒന്നായിരിക്കണമെന്ന് മാത്രം. പുതിയ ആധാർ ആപ്പിന്റെ സവിശേഷതകൾ, പുതിയ ആധാർ ആപ്പും നിലവിലുള്ള ആധാർ ആപ്പും തമ്മിലുള്ള വ്യത്യാസങ്ങൾ, ആപ്പ് എങ്ങനെ ഡൗൺലോഡ് ചെയ്യാം എന്നിവയെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കുന്നത്. ആധാർ ആപ്പിന്റെ സവിശേഷതകൾ എന്തെല്ലാമാണെന്ന് നോക്കാം. യൂണിക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ ആധാർ ആപ്പ് അവതരിപ്പിച്ചിരിക്കുന്നത് ശക്തമായ സുരക്ഷയോടെയാണ്. ഇതിൽ നിങ്ങളുടെ വിവരങ്ങൾ സേഫ് ആയിരിക്കും, മറ്റൊരാൾക്ക് കാണാൻ സാധിക്കില്ല. എങ്ങനെയാണ് സുരക്ഷിതമായി ഒരുക്കിയിരിക്കുന്നത് എന്ന് നോക്കാം. ഒന്ന്, മൾട്ടി പ്രൊഫൈൽ മാനേജ്മെന്റ് ആണ്. കുടുംബത്തിലുള്ളവർ ആധാർ എടുത്തിരിക്കുന്നത് ഒരേ നമ്പറിലോ ലിങ്ക് ചെയ്തിരിക്കുന്നത് ഒരേ നമ്പറിലോ ആണെങ്കിൽ അവർക്ക് എല്ലാവർക്കും ആ ആപ്പിൽ തന്നെ ആധാർ സൂക്ഷിക്കാം. എന്നാൽ ഇതിന് പരിധി നിശ്ചയിച്ചിട്ടുണ്ട്. ഒരാപ്പിൽ 5 കാർഡുകൾ മാത്രമായിരിക്കും ചേർക്കാൻ പറ്റുന്നത്. 2, ബയോമെട്രിക് സുരക്ഷാ ലോക്കാണ്. നിങ്ങളുടെ ആധാർ ഡാറ്റ ലോക്ക് ചെയ്യുന്നതിന് ബയോമെട്രിക് സജീവമാക്കി വെക്കണം. അതുവഴി നിങ്ങൾക്ക് മാത്രമേ ആപ്പ് അൺലോക്ക് ചെയ്യാൻ സാധിക്കൂ. ഇത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വിവരങ്ങൾ കൂടുതൽ സ്വകാര്യതയോടെ സൂക്ഷിക്കാൻ സാധിക്കും. 3, കൃത്യമായ ഡേറ്റ പങ്കിടൽ. ആധാറിലെ ഏത് വിവരമാണോ നിങ്ങൾക്ക് ആവശ്യം അത് മാത്രം തിരഞ്ഞെടുക്കാൻ സാധിക്കുന്ന ഓപ്ഷൻ ഇതിൽ ക്രമീകരിച്ചിട്ടുണ്ട്. ഇത് നിങ്ങളുടെ സ്വകാര്യത സൂക്ഷിക്കാൻ സഹായിക്കും. കൂടാതെ ആവശ്യമില്ലാത്തപ്പോൾ നിങ്ങളുടെ ജനന തീയതി, ഫോട്ടോ, പേര്, മേൽവിലാസം, ആധാർ നമ്പർ എന്നിവ മറ്റുള്ളവർക്ക് മുന്നിൽ കാണിക്കില്ല. അടുത്തത് QR കോഡ് പരിശോധനകളാണ്. ബാങ്കുകൾ, സർക്കാർ ഓഫീസുകൾ, സേവന കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിൽ പരിശോധനകൾ ആവശ്യമായി വന്നാൽ വേഗത്തിൽ നിങ്ങൾക്ക് ആപ്പിലെ QR കോഡ് ഉപയോഗിച്ച് സ്കാൻ ചെയ്ത് വിവരങ്ങൾ പങ്കിടാൻ സാധിക്കും. അടുത്തത് ഓഫ്ലൈൻ മോഡ് ആക്സസ് ആണ്. ഇന്റർനെറ്റ് സൗകര്യം തടസ്സപ്പെട്ടാലും നിങ്ങൾക്ക് വിവരങ്ങൾ കാണാൻ സാധിക്കുന്ന തരത്തിലാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഇതുവഴി നിങ്ങൾക്ക് സൂക്ഷിച്ചു വച്ചിരിക്കുന്ന വിവരങ്ങൾ ഇന്റർനെറ്റ് കണക്ഷൻ ഇല്ലാതെ തന്നെ കാണാനും പങ്കിടാനും സാധിക്കും. എന്നിരുന്നാലും പൂർണ്ണ പ്രവർത്തനത്തിന് ഇന്റർനെറ്റ് ഉണ്ടായിരിക്കണം. അടുത്തത് ഹിസ്റ്ററിയാണ്. ആധാർ ആപ്പിന്റെ സുരക്ഷയ്ക്കായി ആപ്പിന്റെ ബിൽറ്റ് ഇൻ ആക്ടിവിറ്റി നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇത് ലോഗിൻ ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ആധാർ എപ്പോൾ, എവിടെ, എങ്ങനെ ഉപയോഗിച്ചു എന്ന് ട്രാക്ക് ചെയ്യാൻ സാധിക്കും. അടുത്തത് പുതിയ ആധാർ ആപ്പ് എങ്ങനെ ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാം എന്ന് നോക്കാം. ഈ ആപ്പ് ഉപയോഗിക്കുന്നതിനും ഡൗൺലോഡ് ചെയ്യുന്നതിനും അത്ര വലിയ ബുദ്ധിമുട്ടുകളില്ല. വളരെ വേഗത്തിൽ ചെയ്യാൻ സാധിക്കുന്നവയാണ്. അതിനായി ആദ്യം ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ഗൂഗിൾ പ്ലേ സ്റ്റോർ അല്ലെങ്കിൽ ആപ്പിൾ സ്റ്റോർ എന്നിവ ഉപയോഗിച്ച് നിങ്ങൾക്ക് ആധാർ ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. ഉദാഹരണത്തിന് പ്ലേ സ്റ്റോറിൽ കയറി ആധാർ ആപ്പ് എന്ന് സെർച്ച് ചെയ്യുക. എന്നിട്ട് ഇൻസ്റ്റാൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അടുത്തത് ആധാർ നമ്പർ നൽകുകയാണ്. ഫോണിലേക്ക് ആപ്പ് ഇൻസ്റ്റാൾ ആയിട്ടുണ്ടെങ്കിൽ അത് തുറന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഭാഷ തിരഞ്ഞെടുക്കാം. ശേഷം നിങ്ങളുടെ 12 അക്ക ആധാർ നമ്പർ നൽകുക. അടുത്തത് OTP നൽകാം. ആധാർ നമ്പർ നൽകിയാൽ നിങ്ങളുടെ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പറിലേക്ക് OTP ലഭിക്കും. ഈ നമ്പർ അടിച്ചു കൊടുത്ത് നിങ്ങളുടെ പൂർണ്ണ പരിശോധന പൂർത്തിയാക്കുക. അടുത്തത് ഫേസ് അൺലോക്ക് ആണ്. നിങ്ങളുടെ ഐഡന്റിറ്റി സ്ഥിരീകരിക്കുന്നതിനും നിങ്ങളുടെ ആധാർ ദുരുപയോഗം ചെയ്യുന്നത് തടയുന്നതിനും മുഖം തിരിച്ചറിയൽ പരിശോധനകൾ നടത്താം. അടുത്തത് പിൻ ക്രമീകരിക്കാം. നിങ്ങളുടെ പ്രൊഫൈൽ ലോക്ക് ചെയ്യുന്നതിനും സുരക്ഷിതമായി സൂക്ഷിക്കുന്നതിനും 6 അക്ക സുരക്ഷാ പിന്ന് ക്രമീകരിക്കാം. ഡൗൺലോഡ് ചെയ്ത പരിശോധനകൾ പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് സമയത്ത് വേണമെങ്കിലും നിങ്ങളുടെ ഡിജിറ്റൽ ആധാർ ആക്സസ് ചെയ്യാൻ സാധിക്കും. പുതിയ ആധാർ ആപ്പും ആധാർ ആപ്പും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നോക്കാം. ഏറ്റവും പുതിയ ആധാർ ആപ്പും ആധാർ ആപ്പും വ്യത്യസ്ത ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നവയാണ്. എന്നിരുന്നാലും ഇവ ഒരുമിച്ച് പ്രവർത്തിപ്പിക്കാൻ സാധിക്കും. പുതിയ ആധാർ ആപ്പ് ഉപയോഗിക്കുന്നത് എന്തിന് എന്ന സംശയം പലർക്കും ഉണ്ടാകും. ഇത് ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള നേട്ടങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. 1, ഡിജിറ്റൽ ID കയ്യിൽ കരുതാൻ സാധിക്കും. പെട്ടെന്നുള്ള പരിശോധനകൾക്ക് ആധാർ ആവശ്യമായി വന്നാൽ നിങ്ങളുടെ കയ്യിൽ ആധാർ ഇല്ലെങ്കിലും ഫോണിലുണ്ടെങ്കിൽ വേഗത്തിൽ പരിശോധനകൾ നടത്താൻ സാധിക്കും. 2, കുടുംബത്തിലെ എല്ലാവരുടെയും ഐഡികൾ സൂക്ഷിക്കാൻ സാധിക്കും. ഒരാപ്പിൽ 5 കുടുംബാംഗങ്ങളുടെ ആധാർ കാർഡുകൾ വരെ ചേർക്കാൻ കഴിയും. ഇത് ഏതെങ്കിലും പരിശോധനകളോ ആവശ്യങ്ങളോ വന്നാൽ നിങ്ങൾക്ക് ഓരോരുത്തരുടെയും കാർഡുകൾ കയ്യിൽ കൊണ്ട് നടക്കാതെ തന്നെ പരിശോധനകൾ നടത്താൻ സാധിക്കും.
3. സ്വകാര്യതയാണ്. നിങ്ങളുടെ വിവരങ്ങൾ പങ്കിടുമ്പോൾ ആവശ്യമുള്ളത് മാത്രം നൽകാൻ സാധിക്കും. ഉദാഹരണത്തിന് നിങ്ങൾക്ക് ജനനത്തീയതി മാത്രം നൽകിയാൽ മതിയെങ്കിൽ അത് മാത്രം പങ്കിടാൻ സാധിക്കും. അല്ലാതെ നിങ്ങളുടെ മുഴുവൻ വിവരങ്ങൾ അവർക്ക് മുന്നിൽ പ്രദർശിപ്പിക്കേണ്ടി വരില്ല. ഇനി ആധാർ ആപ്പ് എന്തിനുള്ളതാണെന്ന് നോക്കാം. 1. രേഖകൾ ഡൗൺലോഡ് ചെയ്യാം. ബാങ്കുകൾ, ഓഫീസുകൾ, സ്ഥാപനങ്ങൾ എന്നിവയിൽ സമർപ്പിക്കുന്നതിന് ആവശ്യമായ ഔദ്യോഗിക ആധാർ PDF-കൾ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കും. 2. ഫിസിക്കൽ കാർഡുകൾക്ക് ഓർഡർ ചെയ്യാം. PVC ആധാർ കാർഡുകൾ പോസ്റ്റ് വഴി ലഭിക്കാനായി ഇതുവഴി അപേക്ഷിക്കാൻ സാധിക്കും. അടുത്തത് വെർച്വൽ ഐഡികൾ സൃഷ്ടിക്കാം. നിങ്ങളുടെ യഥാർത്ഥ ആധാർ നമ്പർ വെളിപ്പെടുത്താതെ തന്നെ സുരക്ഷിതമായ ഓൺലൈൻ ഇടപാടുകൾ നടത്തുന്നതിനായി നിങ്ങൾക്ക് 16 അക്ക താൽക്കാലിക ഐഡികൾ സൃഷ്ടിക്കാൻ സാധിക്കും. അടുത്തത് അക്കൗണ്ട് അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ രജിസ്റ്റർ ചെയ്ത ഇമെയിലും മൊബൈൽ നമ്പറും പരിശോധിക്കാനും മാറ്റി നൽകാനും ഇതുവഴി സാധിക്കും. പുതിയ ആധാർ ആപ്പ് വഴി നിങ്ങൾക്ക് ദിവസവും ആധാർ കയ്യിൽ കൊണ്ട് നടക്കാനും വിവരങ്ങൾ ഷെയർ ചെയ്യാനും സാധിക്കുന്നവയാണ്. എന്നാൽ ആധാർ പേപ്പർ വർക്ക്, കാർഡ് ഓർഡറുകൾ, അക്കൗണ്ട് ക്രമീകരണങ്ങൾ എന്നിവയ്ക്കായി ഉപയോഗിക്കുന്നവയാണ്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഗുണമായി എന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.